നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. ഇവിടുത്തെ പോർച്ചുഗീസ് കമ്മ്യൂണിറ്റിയുടെ അഭിമാനം ഉയർത്തണം. അതിന് ക്രിസ്ത്യാനോയോളം മികച്ച മറ്റാരുണ്ട്? ചോദിക്കുന്നത് പോർട്ടുഗീസ എന്ന ബ്രസീലിയൻ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അവർ നാനിക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നത് കണ്ടു. നാനി പക്ഷേ ഇപ്പോൾ റിട്ടയർഡാണ്. സ്റ്റിൽ നാനിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവർ തുടരുകയാണ്. ഇപ്പോൾ അദ്ദേഹം CNN സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അലക്സ് ബർഗോയിസ് എന്ന പോർട്ടുഗീസയുടെ പ്രസിഡന്റ് പറയുന്നു, തീർച്ചയായിട്ടും ഇവിടെ ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആവശ്യമാണ്. പോർച്ചുഗീസ് കമ്മ്യൂണിറ്റിയുടെ, ഇവിടെ ബ്രസീലിലുള്ള പോർച്ചുഗീസ് കമ്മ്യൂണിറ്റിയുടെ ആ പ്രൈഡ് നമ്മൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. യെസ്, അതാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നാനിയെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിലൂടെ ഞങ്ങളതാണ് ഉദ്ദേശിച്ചിരുന്നതും. ഞങ്ങൾ 2026 കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഫോർ പൗലിസ്റ്റാവോ 2026 ഒരു ഗ്രേറ്റ് പോർച്ചുഗീസ് പ്ലെയറെ കൊണ്ടുവരണം ആ സമയമാകുമ്പോഴേക്കും. തീർച്ചയായിട്ടും ഗ്രേറ്റസ്റ്റ് പോർച്ചുഗീസ് ഓഫ് ഓൾ ടൈം എന്ന് പറയാവുന്നയാളാണ് ക്രിസ്ത്യാനോ. അദ്ദേഹം ഫുട്ബോൾ ലോകത്ത് ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റിയാണ്. അതുപോലെ തന്നെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെക്കാൾ കൂടുതൽ പോർച്ചുഗലിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേറെ ആരുണ്ട്? ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയല്ലേ അതിന് ഏറ്റവും പറ്റിയ ആൾ. ബട്ട് ഇറ്റ്സ് ഒബ്വിയസ് ദാറ്റ് he is a great Portuguese and obviously at some point we are going to have to try to talk. അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലേക്ക് ഒബ്വിയസ്ലി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ പോർച്ചുഗീസയുടെ പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിൻ്റെ ഭാഗമാണ്. ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുക, ബ്രസീലും പോർച്ചുഗലും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ത്രൂ പോർട്ടുഗീസ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം അതിനുവേണ്ടി പോർട്ടുഗീസയെ ഒരു ചാനലായിട്ട് ഉപയോഗപ്പെടുത്തുക. ഓൾറെഡി ഞങ്ങൾ ചില പ്രോഗ്രസ് ഈ ഒരു ഡയറക്ഷനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഓൾമോസ്റ്റ് 25 മില്യൺ ആളുകളുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. സോ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ പോർച്ചുഗലിലേക്ക് പോകുന്നുണ്ട്. ഫുട്ബോൾ മാത്രമല്ലല്ലോ. ഇപ്പോൾ അവിടുത്തെ പല കാരണങ്ങൾ കൊണ്ട് ഫോർ വൈൻ, ഫുഡ്, റിലീജിയൻ, ബീച്ചസ്, ഇതിനൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷേ അത് ഇവിടെ തന്നെ ഒരുക്കാൻ പറ്റിയാൽ, പോർച്ചുഗലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ തന്നെ ബ്രസീലിൽ തന്നെ ഒരുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയ ഗുണമായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് CR7 കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമെന്ന് പറയുന്നത് എന്നുകൂടി ഇപ്പോൾ പോർച്ചുഗീസ ക്ലബിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണെന്നുള്ളത് കണ്ടിരണം. കാരണം 40 വയസ്സായി കഴിഞ്ഞു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക്. അദ്ദേഹം ഇനിയും അവിടെ തന്നെ സൗദിയിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പോർച്ചുഗീസയിലേക്ക് എത്തുമോ അത് കാത്തിരുന്ന് കാണണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.